നമ്മൾ നിയുക്ത മന്ത്രിമാരുമായി ബന്ധപ്പെട്ട അവർ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് എവിടെയാണുള്ളത്, പ്രതീക്ഷകൾ എങ്ങനെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി രാജ്കുമാർ കെ ബി ഗണേഷ് കുമാറിൻ്റെ നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. കൊട്ടാരക്കര കീഴൂട്ട് വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെയും അവിടെ നടക്കുന്നുണ്ട്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, രാജ്കുമാർ കേൾക്കാമോ? കാവ്യ ഇപ്പോൾ ഈ കാവ്യ സൂചിപ്പിച്ചതുപോലെയാണ് അവരുടെ അമ്മ വത്സലാമ്മ. അവര് മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷം തികയുന്നു. 2018 അവരുടെ വിയോഗം. ഇന്ന് അതിന്റെ ഓർമ്മ ദിനം. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അമ്മ മരിച്ച ദിവസം അമ്മയ്ക്ക് ബലിയിട്ടുകൊണ്ടാണ് മകൻ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തില് പ്രധാനമായ മറ്റൊരു ദിവസം കൂടി കടന്നു വരുന്നു. 3ാം ഊഴം, അദ്ദേഹത്തിന്റെ 3ാം തവണയാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. ആ മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇന്ന് ആ ചടങ്ങ് നടക്കും. അപ്പൊ രാവിലെ അദ്ദേഹത്തിന്റെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇന്ന് ബലിയിടൽ കർമ്മം ഇപ്പോൾ പുരോഗമിക്കാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് കഴിഞ്ഞ് 9 മണിക്ക് അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമ്പോൾ മറ്റു ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കൊപ്പം ബാലകൃഷ്ണ സാറിന്റെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശവകുടീരത്തിൽ അവിടെ പുഷ്പാർച്ചന നടക്കും. അവിടെ തന്നെയാണ് ഈ അമ്മ വത്സലാമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിന് പ്രത്യേക സ്ഥലവും ഉണ്ട്. ഇവിടെ ഈ കീഴോട്ട് തറവാടിന്റെ ആ ഭാഗത്തായിട്ട് തന്നെ അത് പ്രത്യേകം അതിന്റെ ശവക്കല്ലറയുണ്ട്. അവിടെയാണ് ഈ പുഷ്പാർച്ചന നടക്കുക. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു എന്നാണ് അദ്ദേഹം നിലവിൽ നമ്മളോട് അദ്ദേഹത്തിന്റെ ഇത് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഈ ബലികർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളെ കാണാനും മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള സാധ്യതയുണ്ടോ രാജ്കുമാർ? ഇത് കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ 9 മണിക്ക് ഈ പുഷ്പാർച്ചന നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും മാധ്യമങ്ങളോട് അദ്ദേഹം കാര്യങ്ങൾ പങ്കുവെക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മാനസികമായി അദ്ദേഹം അമ്മയുടെ ഓർമ്മദിനം അത് കണക്കിലെടുത്ത് അദ്ദേഹം പൂർണ്ണമായും മനസ്സർപ്പിച്ച് അവരുടെ പിതൃക്കളെ ഇപ്പോൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങിലാണ് അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര കീഴൂട്ടു വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ചടങ്ങുകൾക്കൊക്കെയും ശേഷം മാതാപിതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണും. മന്ത്രിപദത്തിലുള്ള പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊക്കെയും പങ്കുവയ്ക്കും എന്നതാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്.